ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ കേരള പാഠാവലിയുടെ 1ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്റർ ആണ്. ഒരു ദിനാന്ത സഞ്ചാരം എന്നൊരു കവിതയും അതിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ചെയ്തു നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള 7ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് STD7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിലെടുത്ത് നോക്കുക. ഇനി മലയാളം ക്ലാസ്സുകൾ മാത്രം മതിയെങ്കിൽ STD7 മലയാളം എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കായിട്ട് ഓൺലൈൻ ട്യൂഷൻ നമ്മൾ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. അതിന് അഡ്മിഷൻ വേണ്ടവർ നിങ്ങളുടെ സിബ്ലിങ്സോ അനിയനോ അനിയത്തിയോ പരിചയക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രകൃതിയിലെ സുന്ദര ദൃശ്യങ്ങൾ പലതാണ്. ഉളകമ്പോൾ കുന്നിൻ പുറത്ത് വീണ പുതുമൂടൽ മഞ്ഞിനെ മലയാള കവിത സുന്ദരമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒരു ദിനാന്ത സഞ്ചാരം. ക്രമേണ മേൽപോട്ട് പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കുഭാഗത്തകലെ പരന്നു കിടന്നിടും കുന്നിതു നന്നു കാൺമാൻ. ആദ്യത്തിൽ ആരാൽ പുക പോലെ കണ്ടത് ദുത്തിടും നമ്മുടെ കാഴ്ചയിങ്കൽ. മരങ്ങൾ പൂവല്ലികൾ മറ്റുമോരോന്നായി ക്രമാൽ വേർതിരിയുന്നു ഭംഗ്യ. പ്രായേണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വല്ലീ തരുമണ്ഡലത്താൽ പരക്കെ നൽപച്ച നിറം പെടുന്നീ കുന്നെത്രയും കൺകുളിരേകിടുന്നു. ഇപ്പച്ച വർണ്ണത്തിനിടയ്ക്കിടയ്ക്കു ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ടു ചുവന്ന മണ്ണും രണ്ടിനുമേറെ പ്രഭ ചേരുമാറായി. മരങ്ങൾ തൻ പച്ചില പല്ലവങ്ങൾ പുഷ്പങ്ങൾ പുല്ലെന്നിവയെങ്കിലെല്ലാം ഇപ്പോക്കുവെയിലേൽക്കുകയാൽ വിചിത്രവർണ്ണം വഹിക്കുന്നതു കുന്നിരേറ്റം. ചിലേടം ആച്ഛാദന ശൂന്യമായും ചിലേടം ഓരോ മുകിലാൽ മറഞ്ഞും താന്നും ചിലേടം ചില ദിക്കുയർന്നും നാനാപ്രകാരം വിലസുന്നു ശൈലം. പത്രങ്ങൾ ഒട്ടൊട്ടിളകുന്ന വൃക്ഷലതാഗണത്തിൻ പഴുതിങ്കലൂടെ ഇളങ്കറുപ്പേന്തിടും അമ്പരാന്തം കാണുന്നിതങ്ങേ പുറമാഴി പോലെ. എളത്തോൾ നാരായണ മേനോന്റെ സാഹിത്യമഞ്ജരിയിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് തന്നിരിക്കുന്നത്. ഒരു കുന്നിനെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ലൈൻ ബൈ ലൈൻ ആയിട്ട് നോക്കാം. ക്രമേണ മേൽപോട്ട് പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കുഭാഗത്തകലെ പരന്നു കിടന്നിടും കുന്നിതു നന്നു കാൺമാൻ. ക്രമേണ മേൽപോട്ട് പടുത്തു, പതിയെ പതിയെ മേൽപോട്ട് പടുത്തുപോയി. ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ. ചക്രവാളം എന്ന് പറയുമ്പോൾ എന്താണ്? വൃത്താകൃതിയിൽ പരന്നു കിടക്കുന്ന ആകാശമണ്ഡലാണ് അല്ലെ, ആകാശത്തിന്റെ അങ്ങേ അറ്റം, നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങേ അറ്റം, അതുവരെ മുട്ടിച്ചൊരു കോട്ട പോലെ. അപ്പൊ ആകാശം മുട്ടേ ഉയർന്നു നിൽക്കുന്ന ഒരു കോട്ട പോലെ. കിഴക്കുഭാഗത്തകലെ പരന്നു കിടന്നിടും കുന്നിത് നന്നു കാൺമാൻ. കിഴക്കുഭാഗത്തായിട്ട് ഇങ്ങനെ പരന്നു കിടക്കുന്ന കുന്ന് നല്ല ഭംഗിയുണ്ട് കാണാൻ. നന്നു എന്ന് വെച്ചാൽ നല്ലത്, നന്നായിട്ടുണ്ട്, കാണാൻ നന്നായിട്ടുണ്ട്. ആദ്യത്തിൽ ആരാൽ പുക പോലെ കണ്ടതൊടുത്തിടും നമ്മുടെ കാഴ്ചയെങ്കിൽ. മരങ്ങൾ പൂവല്ലികൾ മറ്റും ഓരോന്നായി ക്രമാൽ വേർതിരിയുന്നു ഭംഗ്യ. ആദ്യം കാണുമ്പോൾ എന്താ തോന്നുന്നത്? ആരോ പുക ഇട്ടിരിക്കുന്നത് പോലെ. ആരാൽ എന്ന് വെച്ചാൽ ആരോ ഒരാൾ മൂലം പുക ഉണ്ടായിരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. പിന്നെ അടുത്തടുത്തേക്ക് പോകുമ്പോഴാണ് ക്രമേണ പൂവുകളും പൂവല്ലികളും, പൂവല്ലി എന്ന് പറയുമ്പോൾ പൂത്തു നിൽക്കുന്ന വള്ളികളും മരങ്ങളും എല്ലാം ഭംഗിയായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രായേണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വല്ലീ തരുമണ്ഡലത്താൽ പരക്കെ നൽപച്ച നിറം പെടുന്നീ കുന്നെത്രയും കൺകുളിരേകിടുന്നു. പ്രായേണ എന്ന് വെച്ചാൽ എന്താണ്? മിക്കവാറും ഇലകളെ കൊണ്ട്, പത്രങ്ങൾ എന്ന് വെച്ചാൽ ഇലകളെ കൊണ്ട് നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന ഈ വല്ലി തരുമണ്ഡലത്താൽ, വല്ലി എന്ന് വെച്ചാൽ വള്ളികള്, തരു വൃക്ഷം, അപ്പൊ വൃക്ഷങ്ങളും വള്ളികളും കൊണ്ട് പരക്കെ നൽപച്ച നിറം പെടുന്നീ കുന്നെത്രയും കൺകുളിരേകിടുന്നു. അപ്പൊ ഈ വള്ളിയും മരങ്ങളും ഒക്കെ കൊണ്ട് ആകെ മൊത്തം പച്ച നിറത്തിലുള്ള ഈ കുന്ന് ആകെ പച്ച നിറത്തിലാണുള്ളത്. ആ കുന്ന് എന്താണ്? കണ്ണിന് കുളിർമയേകുന്നതാണ്. ഈ പച്ചവർണ്ണത്തിനിടയ്ക്കിടയ്ക്കു ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ടു ചുവന്ന മണ്ണും രണ്ടിനുമേറെ പ്രഭ ചേരുമാറാൻ. ഇങ്ങനെ ഈ മരങ്ങളുടെയും വള്ളികളുടെയൊക്കെ പച്ചപ്പിനിടയ്ക്ക് എന്താണ്? ശില്പികള് പണി കഴിപ്പിച്ചതുപോലെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലായിട്ട് ചുവന്ന മണ്ണും കാണുന്നുണ്ട്. അപ്പൊ ഈ പച്ചപ്പും ഈ ചുവന്ന മണ്ണും രണ്ടും എന്താണ്? കുന്നിന് ഭംഗി കൊടുക്കുന്നുണ്ട്. മരങ്ങൾ തൻ പച്ചില പല്ലവങ്ങൾ പുഷ്പങ്ങൾ പുല്ലെന്നിവയിലെങ്കിലെല്ലാം ഇപ്പോക്കുവെയിലേൽക്കുകയാൽ വിചിത്രവർണ്ണം വഹിക്കുന്നതു കുന്നിരേറ്റം. മരങ്ങളുടെ പച്ചിലകളിലും തളിരിലകളിലും, പല്ലവം എന്ന് വെച്ചാൽ തളിരുകളിലും പൂക്കളിലും പുല്ലിലും എല്ലാം ഈ ഏൽക്കുമ്പോൾ, സന്ധ്യാസമയത്തെ പോക്കുവെയിൽ ഏൽക്കുന്ന സമയത്ത് വളരെയധികം മനോഹരമായിട്ട് വിചിത്രവർണ്ണം
വഹിക്കുന്നത് പോലെ, ചൂടി നിൽക്കുന്നത് പോലെ, കുന്ന് വിചിത്രവർണ്ണം ചൂടി നിൽക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു. ചിലേടം ആച്ഛാദന ശൂന്യമായും ചിലേടം ഓരോ മുകിലാൽ മറഞ്ഞും താന്നും ചിലേടം ചിലതുക്കുയർന്നും നാനാപ്രകാരം വിലസുന്നു ശൈലം. ചിലയിടത്തൊക്കെ എന്താണ് ആച്ഛാദന ശൂന്യം. ആച്ഛാദനം എന്ന് വെച്ചാൽ മറയ്ക്കുക എന്നാണ്. ആച്ഛാദന ശൂന്യം എന്ന് പറഞ്ഞാൽ മറയ്ക്കാതെ, അല്ലെ, മറയൊന്നുമില്ലാതെ. ചിലയിടത്തൊക്കെ മുകിലാൽ മറഞ്ഞ്, മുകിലെന്ന് വെച്ചാൽ മേഘങ്ങൾ, മേഘങ്ങൾ കൊണ്ട് മറഞ്ഞ്. പിന്നെ ചിലയിടം താഴ്ന്ന്, ചിലയിടം ദിക്ക് ഉയർന്ന്, ചിലയിടം ഉയർന്ന് നാനാപ്രകാരം വിലസുന്നു ശൈലം. എന്താണ്? കുന്ന്. ശൈലം എന്ന് വെച്ചാൽ കുന്ന്, പർവ്വതം, മല എന്നൊക്കെയാണ് അർത്ഥം. മുഴുവനായിട്ട് നിറഞ്ഞു നിൽക്കുന്നു. പത്രങ്ങളൊട്ടിളകുന്ന വൃക്ഷലതാഗണത്തിൻ പഴുതിങ്കലൂടെ ഇളം കറുപ്പേന്തിടും അമ്പരാന്തം കാണുന്നതങ്ങേ പുറമാഴി പോലെ. ഇലകളെല്ലാം കൂടെ ഇലകൾ കൊണ്ട് മൂടി നിൽക്കുന്ന വൃക്ഷങ്ങൾ കൊണ്ട്, ഗണം എന്ന് വെച്ചാൽ കൂട്ടം, കൂട്ടം കൊണ്ട്, കൂട്ടമായി നിൽക്കുന്ന ഇലകൾ കൊണ്ട്, കൂട്ടമായി നിൽക്കുന്ന മരങ്ങളുടെ ഇലകൾ കൊണ്ട്, അതിന്റെ പഴുതിലൂടെ, അതിന്റെ എന്താണ്, അതിനിടയിലൂടെ എന്ത് കാണുന്നു? ഇളം കറുപ്പേന്തിയ അമ്പരം. അമ്പരം എന്ന് വെച്ചാൽ ആകാശം. ആകാശത്തിന്റെ അങ്ങേ അറ്റം കാണുന്നു. എന്തുപോലെ? പരന്നു കിടക്കുന്ന ആഴി പോലെ, കടൽ പോലെ കാണുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ഇവിടെ ഒരു അസ്തമയ സമയത്തുള്ള കുന്നിനെ വർണ്ണിച്ചിരിക്കുകയാണ്. കുന്നിൽ കാണുന്ന മരങ്ങളും ഇലകളും പച്ചപ്പും പിന്നെ ചുവന്ന മണ്ണും അതിനിടയിലൂടെയൊക്കെ കാണുന്ന ആകാശവും എല്ലാം കൊണ്ടും വർണ്ണിച്ചെഴുതിയിരിക്കുകയാണ്. ഇനി നമുക്കിതിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. വായിക്കാം, എഴുതാം. കുന്ന് കണ്ണിന് കുളിരേകുന്നത് എങ്ങനെയാണ്? ഇലകൾ നിറഞ്ഞ മരങ്ങളും വള്ളികളും കൊണ്ട് കുന്ന് നല്ല പച്ച നിറത്തിൽ കാണപ്പെടുന്നു. ഈ മനോഹരമായ കാഴ്ചയാണ് കണ്ണിന് കുളിരേകുന്നത്. ചോദ്യം 2. കുന്നിന് വിചിത്ര വർണ്ണം ലഭിക്കുന്നത് എപ്രകാരമാണ്? മരങ്ങളുടെ പച്ചിലകൾ, തളിരിലകൾ, പൂക്കൾ, പുല്ലുകൾ എന്നിവയിലെല്ലാം പോക്കുവെയിലിന്റെ കിരണങ്ങൾ ഏൽക്കുമ്പോഴാണ് കുന്നിന് വിചിത്ര വർണ്ണം ലഭിക്കുന്നത്. ചോദ്യം 3. ആഴി പോലെ കാണപ്പെടുന്നത് എന്താണ്? ഇളകുന്ന ഇലകൾക്കും മരങ്ങൾക്കും വള്ളികൾക്കും ഇടയിലൂടെ നോക്കുമ്പോൾ കാണുന്ന ഇളം കറുപ്പുള്ള ചക്രവാളമാണ് ആഴി പോലെ കാണപ്പെടുന്നത്. സന്ധ്യാനേരത്തെ ആകാശം കാണുമ്പോൾ കടൽ പോലെ തോന്നുന്നു എന്നാണ് കവി പറയുന്നത്. അടുത്ത ചോദ്യം, സാദൃശ്യ ഭംഗി കണ്ടെത്താം. കാവ്യഭാഗത്ത് കുന്നിനെയും കോട്ടയെയും പോലെ എന്ന പ്രയോഗം കൊണ്ട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. ഈ രീതിയിൽ പോലെ ഉപയോഗിച്ച് സാദൃശ്യപ്പെടുത്തിയ കൂടുതൽ വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി വിശദീകരിക്കുക. നിങ്ങൾ കണ്ടെത്തിയ വരികളുടെ സാദൃശ്യ ഭംഗിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ക്രമേണ മേൽപോട്ടു പടുത്ത് ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കുഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന കുന്നിനെ മേലോട്ട് പടുത്തുയർത്തി ആകാശം മുട്ടി നിൽക്കുന്ന കോട്ടയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. കുന്ന് കോട്ട പോലെ ഉയർന്നു നിൽക്കുന്നു എന്ന സാദൃശ്യ കൽപ്പന കാവ്യഭംഗിയുള്ളതാണ്. നമുക്ക് കൂടുതൽ വരികൾ നോക്കാം. ആദ്യത്തിൽ ആരാൽ പുക പോലെ കണ്ടതടുത്തിടും നമ്മുടെ കാഴ്ചയെങ്കിൽ. ആദ്യം നോക്കുമ്പോൾ പുക പോലെ അവ്യക്തമായി കാണുന്ന കാഴ്ചകൾ അടുത്തു ചെല്ലുമ്പോൾ കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയുന്നു എന്ന് സൂചന. ഇപ്പച്ചവർണ്ണത്തിനിടയ്ക്കിടയ്ക്ക് ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ടു ചുവന്ന മണ്ണും. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ശില്പികൾ ചായപ്പണി ചെയ്ത പോലെ മരങ്ങളുടെ പച്ച നിറത്തിൽ ചുവന്ന മണ്ണ് കാണപ്പെടുന്നു. പ്രകൃതിയിലെ സുന്ദരമായ കാഴ്ചയെ ശില്പിയുടെ കരവിരുതിനോടാണ് കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത വരി, ഇളം കറുപ്പേന്തിടും അമ്പരാന്തം കാണുന്നിതങ്ങേ പുറമാഴി പോലെ. ഇളം കറുപ്പ് നിറമുള്ള ആകാശം മരങ്ങളുടെ ഇലകൾക്കിടയിലൂടെ കാണുമ്പോൾ കടൽ പോലെ തോന്നുന്നു എന്നാണ് കവി പറയുന്നത്. സന്ധ്യാസമയത്തെ കറുപ്പ് കലർന്ന ആകാശത്തെ കടലിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. പ്രകൃതി ദൃശ്യങ്ങളെ സാദൃശ്യ കൽപ്പനയിലൂടെ ആവിഷ്കരിച്ചിരിക്കുകയാണിവിടെ. ഈ കൽപ്പനകൾ കവിതയെ ആസ്വാദ്യകരമാക്കുന്നു. അടുത്ത ചോദ്യം വിശകലനം ചെയ്യാം. ഇപ്പോക്കുവെയിലേൽക്കുകയാൽ വിചിത്രവർണ്ണം വഹിക്കുന്നതു കുന്നിലേറ്റം. സൂര്യപ്രകാശം കുന്നിലേൽക്കുമ്പോഴുള്ള മാറ്റം എങ്ങനെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്? കവിതയിലെ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. പോക്കുവെയിലേൽക്കുമ്പോൾ കുന്ന് പല നിറങ്ങൾ വഹിക്കുന്നു എന്നാണ് കവി പറയുന്നത്. മരങ്ങളിലെ പച്ചിലയിലും തളിരുകളിലും പൂക്കളിലും പുല്ലിലുമെല്ലാം പോക്കുവെയിലേൽക്കുന്നത് കൊണ്ടാണ് കുന്നിന് ഈ നിറവ്യത്യാസം ഉണ്ടാകുന്നത്. പോക്കുവെയിലിന്റെ നിറമാണ് ചെടികളിലും മറ്റും പല നിറമായി കാണപ്പെടുന്നത്. വള്ളത്തോൾ സന്ധ്യാസമയത്തെ കുന്നിന്റെ മനോഹാരിതയെ കാവ്യാത്മകമായി വർണ്ണിച്ചിരിക്കുകയാണ് ഇവിടെ. അടുത്ത ചോദ്യം, ആൽബം തയ്യാറാക്കാം. കുന്നുകളുടെ വ്യത്യസ്ത സമയങ്ങളിലെ വിദൂര ദൃശ്യങ്ങൾ, സമീപ ദൃശ്യങ്ങൾ എന്നിവ മൊബൈലിൽ പകർത്തി ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക. കവിതയിലെ കാഴ്ചകളും നിങ്ങൾ പകർത്തിയ ദൃശ്യാനുഭവങ്ങളും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഇത് മക്കൾക്ക് ചെയ്യേണ്ട പ്രവർത്തനമാണ്. ഡിജിറ്റൽ ആൽബം തയ്യാറാക്കി നോക്കുക. അടുത്ത ചോദ്യം, ചിത്രം വരയ്ക്കാം. പ്രായേണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വല്ലി തരുമണ്ഡലത്താൽ പരക്കെ നൽപച്ച നിറം പെടുന്നി കുന്നെത്രയും കൺകുളിരേകിടുന്നു. വരികളിലെ ആശയ മനോഹാരിത എന്നിവ തിരിച്ചറിഞ്ഞ്
പരക്കെ നൽപച്ച നിറം തൂകി നിൽക്കുന്ന കുന്നിന്റെ ചിത്രം വരയ്ക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് മക്കളെ? ആകെ മുഴുവനായി എന്താണ് പത്രങ്ങൾ, ഇലകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന വല്ലികളും തരുക്കളും, അതായത് വള്ളിച്ചെടികളും വൻമരങ്ങളും എല്ലാം കൊണ്ട് എന്താണ് കുന്ന് പച്ചപ്പ് നിറഞ്ഞ് കണ്ണിന് കുളിർമയേകുന്നതായിരുന്നു. അപ്പൊ നിങ്ങൾ വരയ്ക്കുന്ന കുന്നും എങ്ങനെയായിരിക്കണം? ഇത്തരത്തില് വള്ളിപ്പടർപ്പുകളും മരങ്ങളും കൊണ്ടൊക്കെ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന തരത്തിലായിരിക്കണം വരയ്ക്കേണ്ടത്. അടുത്ത ചോദ്യം, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം. മലയാളം കേൾക്കാൻ വായോ. മലയാളം കേൾക്കാൻ വായോ, മാമലകൾ കാണാൻ വായോ, മഴ പെയ്യും നേരം പുഴയുടെ മയിലാട്ടം കാണാൻ വായോ, മഞ്ചുളമീ നാട്ടിൽ മാധവകാലങ്ങൾ കാണാൻ വായോ, മനസ്സിന്റെ തീരത്തഴകിൽ കാവ്യങ്ങൾ തീർക്കാൻ വായോ, പൊന്നോണക്കാലം വയലിൽ കിന്നാരം പറയും കാറ്റിൽ ഒന്നിച്ചു നടക്കാൻ വായോ, ഒന്നല്ലോ മാനവർ നമ്മൾ. ഇത് സത്യചന്ദ്രൻ പൊയിൽക്കാവ് എഴുതിയ കുട്ടിക്കവിതകളിൽ നിന്നുള്ള എടുത്ത ഒരു കവിതയാണ്. ഈ കവിത വിശകലനം ചെയ്ത് ആശയഭംഗി, പ്രയോഗഭംഗി തുടങ്ങിയവ ഉൾപ്പെടുത്തി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. നിങ്ങൾ തയ്യാറാക്കിയ കുറിപ്പ് സഹപാഠികളുടെ രചനകളുമായി ഒത്തുനോക്കി ചർച്ച ചെയ്ത് അധ്യാപകരുടെ സഹായത്തോടെ മെച്ചപ്പെടുത്തുക. സത്യചന്ദ്രൻ പൊയിൽക്കാവ് രചിച്ച മലയാളം കേൾക്കാൻ വായോ എന്ന കവിത മാതൃഭാഷയുടെ മധുരവും കേരളത്തിന്റെ പ്രകൃതി ഭംഗിയും ഒത്തുചേർന്ന മനോഹരമായ ഒരു രചനയാണ്. മലയാള ഭാഷയുടെ മാധുര്യം നുണയാനും കേരളത്തിന്റെ പ്രകൃതി രമണീയത ആസ്വദിക്കാനും കവി വായനക്കാരെ ക്ഷണിക്കുന്നു. പച്ചപ്പാർന്ന മലനിരകളും മഴ പെയ്യുമ്പോൾ പുഴയിലുണ്ടാകുന്ന ഓളങ്ങളും കവിതയിൽ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നു. വസന്തകാലത്തിന്റെ അഥവാ മാധവകാലത്തിന്റെ വരവും മനസ്സിന്റെ തീരങ്ങളിൽ കാവ്യങ്ങൾ വിരിയുന്നതും കവി വിഭാവനം ചെയ്യുന്നു. ജാതി മതഭേദമന്യേ മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന മഹത്തായ മാനവിക സന്ദേശത്തോടെയാണ് കവിത അവസാനിക്കുന്നത്. ലളിതമായ പദപ്രയോഗങ്ങളിലൂടെ വലിയൊരു ദൃശ്യവിസ്മയം തീർക്കാൻ കവിക്ക് സാധിച്ചിട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ പുഴയിലുണ്ടാകുന്ന ചലനങ്ങളെ മയിലിന്റെ നൃത്തത്തോട് ഉപമിച്ചത് തികച്ചും ഹൃദ്യമാണ്. മയിലിന്റെ ദൃശ്യത്തോട് മയിലാട്ടം എന്ന രീതിയിൽ ഉപമിച്ചത് തികച്ചും ഹൃദ്യമാണ്. കാറ്റിനെ മനുഷ്യ സഹജമായ ഗുണങ്ങളുള്ള ഒന്നായി ചിത്രീകരിച്ചിരിക്കുകയാണ് കിന്നാരം പറയും കാറ്റ് എന്ന പദപ്രയോഗത്തിലൂടെ. വായോ എന്ന പദത്തിന്റെ ആവർത്തനം കവിതയ്ക്ക് ഒരു നാടൻ പാട്ടിന്റെ താളവും ലാളിത്യവും നൽകുന്നു. കേരളത്തിന്റെ തനിമയും മലയാളത്തിന്റെ പെരുമയും വിളിച്ചോതുന്ന ഈ കവിത വായനക്കാരിൽ ദേശസ്നേഹവും ഭാഷാപ്രമേയവും ഉണർത്തുന്ന ഒന്നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിലെ ചോദ്യോത്തരങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരേക്കൂടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 7ാം ക്ലാസ്സിലെ കൂടുതൽ വിഷയങ്ങളുടെ ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ ചെയ്യാം. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്